ഞങ്ങൾ ബെല്ലാരിയിലെ റൊദ്ദം ജുവലറിയിലെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണിക്കുന്നു. ഇവിടെ വെച്ചാണ് ഈ സ്വർണം ഉരുക്കിയെടുത്ത് അത് കട്ടികളാക്കി മാറ്റിയത്. അത് ഈ അന്വേഷണം തുടങ്ങിയ ദിവസം മുതൽ ഗോവർദ്ധൻ SITയുടെ നിരീക്ഷണത്തിലായ ദിവസം മുതൽ റൊദ്ദം ജുവലറി അടച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ മുന്നിലുള്ള ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. ദിസ് ഷോപ്പ് റിമെയിൻസ് ക്ലോസ്ഡ് എന്ന് മാത്രം എഴുതിയിരിക്കുന്ന ഒരു നോട്ട് പ്രേക്ഷകർക്ക് റൊദ്ദം ജുവലറിയുടെ മുൻപിൽ കാണാം. ഇത് റിപ്പോർട്ടർ TV ബെല്ലാരിയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയാണ് ഈ സ്വർണം സൂക്ഷിച്ചിരുന്നത്. അതായത് TV പ്രസാദ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ബെല്ലാരിയിലെ റൊദ്ദം ജുവലറിയിൽ, ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന റൊദ്ദം ജുവലറിയിൽ ഈ സ്വർണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. 2023 ജൂലൈ മാസം തന്ത്രി മഹേഷ് മോഹന്റെ കണ്ഠർ അവിടെ പൂജ ചെയ്യാൻ വരുമ്പോഴും ഈ സ്വർണം അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അത് വാസ്തവമാണോ എന്നുള്ളതൊക്കെ ഇനി SIT പറയട്ടെ. പക്ഷേ ഇപ്പോഴും തന്ത്രിക്ക് അതറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മളിപ്പോഴും തന്ത്രി പറയുന്നത് വിശ്വസിച്ചു തന്നെ നിൽക്കുന്നു. തന്ത്രിക്ക് അതൊന്നും അറിയുമായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അവിടെ പൂജ ചെയ്യാൻ പോയി എന്നുള്ളതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഡേറ്റും കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ 2023 ജൂലൈ മാസം ഈ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന റൊദ്ദം ജുവലറിയിൽ പൂജ ചെയ്യാൻ പോകുമ്പോൾ ഈ മോഷ്ടിച്ച സ്വർണം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അല്ലേ TV പ്രസാദ്? ഉറപ്പായും അരുൺ, അവിടെ സ്വർണ്ണമുള്ളത് കൊണ്ട് തന്നെയാണ് തന്ത്രിയെ കൊണ്ട് പൂജ ചെയ്യിച്ചത് എന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. അതല്ലെങ്കിൽ 2 വർഷം മുമ്പ് നടന്ന തന്ത്രിയുടെ ഒരു പൂജയുടെ ചടങ്ങ് ഇന്നലെ നമുക്ക് വാർത്തയാക്കേണ്ട ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഗോവർദ്ധന്റെ പേര് ഇന്നലെ വന്നതോടുകൂടിയാണ് അക്കാര്യം നമ്മൾ സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വിവരമാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ തന്ത്രി എത്തി പൂജ ചെയ്തിരുന്നു എന്നുള്ള വിവരം. പക്ഷേ അരുൺ, ഇന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ഇന്നലെ പറഞ്ഞ സമയത്ത് തന്ത്രി അവിടെ എത്തിയിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ പൂജ ചെയ്തിരുന്നത് ആ സ്വർണം അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അരുൺ. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നു ആ സ്വർണം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്കും വീട്ടിലേക്കും ആ തന്ത്രി എത്തിയത് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരം. മാത്രമല്ല, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിച്ച സ്വർണം നിൽക്കുന്ന അയ്യപ്പന്റെ സ്വർണം നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്ത്രിയെ കൊണ്ടെത്തിക്കുന്നത് ഈ സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് എന്നൊരു വിരോധാഭാസം കൂടിയുണ്ട്. ഇപ്പോഴും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മൾ സംശയിക്കുന്നില്ല തന്ത്രിയെ. തന്ത്രി നിഷ്കളങ്കമായി പോയതായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയിൽ നിന്ന് വിവരം തേടേണ്ടതുണ്ട്. ഇതറിഞ്ഞിരുന്നോ എന്ന കാര്യം ചോദിക്കേണ്ടതുണ്ട് എന്നും തോന്നുന്നു. എന്തായാലും ചോദിക്കുമായിരിക്കും. കാരണം ഒരു ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം ഇരിക്കുന്ന സ്ഥലത്ത് തന്ത്രി അറിയാതെ പോയി പൂജ ചെയ്തു. അവിടേക്ക് എത്തിച്ചതാകട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അരുൺ, ഇത് കുറച്ചുകൂടി നമുക്ക് കൂട്ടി വായിക്കണം. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി പലയിടങ്ങളിലും സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടനിലയാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന് പുറത്ത് ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടതുണ്ട്. കാരണം അത് സ്വർണത്തിന്റെ മൂല്യമല്ല, അത് ശബരിമല അയ്യപ്പന്റെ ചൈതന്യമാണ്. വിശ്വാസികൾക്ക് ആ ചൈതന്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി നമ്മൾ നൽകുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, കണ്ടെത്തിയത് 400 ഗ്രാമിന് മുകളിൽ സ്വർണ്ണമാണ്. പോറ്റി നൽകിയത് സ്വർണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഗോവർദ്ധൻ. ഗോവർദ്ധനെ സാക്ഷിയാക്കാനാണ് നീക്കം. പോറ്റിക്കെതിരെ പൊതുമുതൽ മോഷ്ടിച്ചു വിറ്റു എന്ന കുറ്റവും ചുമത്തും. കണ്ടെത്തിയത് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ശബരിമലയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വിവരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ SITയുടെ ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗോവർദ്ധനെ സാക്ഷിയാക്കും. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഗോവർദ്ധനെ സാക്ഷിയാക്കും. കാര്യം, ഗോവർദ്ധന് ഇത് മോഷ്ടിച്ചതാണ് എന്ന് അറിവില്ലായിരുന്നു എന്നതാണ് SITയുടെ കണ്ടെത്തൽ. കാര്യം, ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ് വിശ്വസിപ്പിച്ചതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനെ പരിചയപ്പെടുമ്പോൾ പോലും ശബരിമലയിലെ ശാന്തിയാണ്, ശബരിമലയിലെ തന്ത്രിയാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെട്ടത് എന്നാണ് ഗോവർദ്ധൻ നേരത്തെ കൊടുത്തിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഗോവർദ്ധനെ സാക്ഷിയാക്കി സ്വർണം കണ്ടെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഗോവർദ്ധനെ സാക്ഷിയാക്കി മാറ്റും എന്നുള്ളതാണ്. നമുക്കിപ്പം ഹരിമോഹനുണ്ട്. ഹരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഗോവർദ്ധനിലേക്ക് അന്വേഷണ സംഘം എത്തിയത് SIT SP ശശിധരൻ നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർണായക വിവരങ്ങൾ ലഭിച്ചുവോ ഹരി?
അരുൺ, തീർച്ചയായിട്ടും ഇതിൽ പോറ്റി വിറ്റിട്ടുള്ള സ്വർണത്തിനോട് ഏകദേശം തത്തുല്യമായിട്ടുള്ള സ്വർണം തന്നെ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം ഗോവർദ്ധൻ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതായത് പോറ്റി തനിക്ക് കൈമാറിയ, തനിക്ക് വിറ്റ സ്വർണം തന്നെയാണ് ഈ സ്വർണ്ണക്കട്ടകളുടെ രൂപത്തിലുള്ളത് എന്നുള്ള കാര്യം ഗോവർദ്ധൻ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തൊണ്ടി മുതലായി തന്നെ അത്